Huge crowd, big crowd. ഹലോ ഗായ്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഏഷ്യാസ് ലാർജസ്റ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 9th edition 2026 ഇൻ കോഴിക്കോട് ബീച്ച്. ഇതാണ് KLFൻ്റെ എൻട്രൻസ് കേട്ടോ. നമുക്ക് എൻട്രൻസ് ഉള്ളിലേക്ക് കയറാം. വാവ്, കുറെ സ്റ്റാളൊക്കെ ഉണ്ട് അവിടെ. ഇതാണ് KLFൻ്റെ ഫസ്റ്റ് എൻട്രൻസ്. കിടിലം വ്യൂ ആട്ടോ. ഇവിടെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്, സ്പേസ് ഒക്കെ ഉണ്ട് ഇവിടെ. നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ, നല്ല ക്രൗഡ് ഉണ്ട്. റിയാസ്, കുറെ ബുക്കിൻ്റെ നല്ല ക്രൗഡ് ഉണ്ട്. രാവിലെ മോർണിംഗ് ആയിട്ടുള്ളൂ. ദിസ് സെക്ഷൻ ഈസ് തുലിക. ഓരോരോ സെക്ഷനാണ്. ഇവിടെ സെക്ഷൻ നടക്കുന്നുണ്ട്, നമ്മൾ അങ്ങോട്ട് പോവാം. Viewers to evolve, and you mentioned Kumbalangi, the place on Malayalam cinema. So thank you for that. Because you have such a wide KLF 2026. It's a huge crowd in Calicut beach. So many people. There are so many people in the Kozhikode beach. ഒരുപാട് സെക്ഷൻ ഇട്ടാ. KLFൻ്റെ കിടിലം പ്രോഗ്രാമാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത്. ബട്ട് ഇറ്റ്സ് എ വെരി അടിപൊളി പരിപാടി. കുറേ പരിപാടി ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതേ നോക്കുന്നു. 21 വയസ്സിൽ ലൈഫ് സെറ്റ് ലക്ഷ്യ. അടുത്ത സെക്ഷനിക്ക് പോവാം ഗൈസ്. ദേവിക ഡീൽ ചെയ്തിട്ടുണ്ട്, അതിനെ കുറിച്ച് രണ്ടു വാക്ക്. നീ പറയുന്നത് നമ്മൾ നനഞ്ഞിറങ്ങിയെ കുളിച്ച് കിടപ്പെന്ന് കേട്ടിട്ടില്ലേ? എന്തായാലും ചീത്തപ്പേര് കേട്ടു, ഭയങ്കര ഫെമിനിസ്റ്റ് ആണ്, അങ്ങനെയാണ്. കിടക്കട്ട് പോലും എവിടെ ചെന്ന് നമ്മൾ എന്ത് പറഞ്ഞാലും കുടുംബ കലക്കി എന്നുള്ള പേര് കേൾക്കും. അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് 1999, അതായത് കുടുംബശ്രീ കേരളം മുഴുവൻ സ്കെയിലപ്പ് ചെയ്യുന്ന തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ ഒരു മീറ്റിംഗില് റിയൽ പെയിന്റിങ് എന്നുണ്ടോ, പെയിന്റിങ് ചെയ്യുന്നുണ്ട്.
ഹഗ്ഗാമഗ് ഉണ്ട് അവിടെ. ഹഗ്ഗാമഗ് മെയിൻ പരിപാടി നമ്മൾ കടന്നിട്ടാ. ഇവിടെ കുറെ സ്റ്റാളുണ്ട്. ഹ്യൂജ് പരിപാടി. നിങ്ങളുടെ ഒരൊപ്പിനായി കാത്തു നിൽക്കുന്ന ആ പ്രൊഫഷൻ, പ്രിപ്പറേഷൻ, ഡിസൈർ, എൻവയൺമെന്റ്, ഫാക്കൽറ്റി, ക്യാമ്പസ്, റിസർച്ച് എല്ലാം നേർരേഖയിൽ വന്നാൽ മാത്രം പാസ്സാകുന്ന ഇന്ത്യയിലെ ഏറ്റവും വാല്യൂബിളായ ആ പ്രൊഫഷണൽ കോഴ്സ് ചാർട്ടേഡ് അക്കൗണ്ടൻസി. അവിടെ ഫെസ്റ്റിവൽ ബുക്ക് ഷോപ്പ് ഉണ്ട് കേട്ടോ. DC ബുക്സിൻ്റെ അങ്ങോട്ട് പോകണം. അത് നമ്മൾ ഇങ്ങോട്ട് പോകാം. നല്ല ക്രൗഡ് കേട്ടോ. ഇതാണ് ടീം. റിയാസ് ഉണ്ട്, നജീബ് ഉണ്ട്. ഏഷ്യാസ് ലാർജസ്റ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇൻ കോഴിക്കോട് ബീച്ച്. വാവ്. റിയാസ് റീമ കല്ലിങ്കൽ അവിടെ റീമ കല്ലിങ്കലിന്റെ പ്രഭാഷണം കിട്ടും. ഫീമെയിൽ ആക്ട്രസ് റീമ കല്ലിങ്കൽ. നിന്റെ മാരനെടുക്കുവാൻ എന്നെ പറ്റുന്നില്ലെങ്കിൽ പിന്നാരാണ് ഭൂലോകത്തിന്. അതിന് വേറെ കാര്യം പറയാം. ഞാൻ ജന്യക്കാലത്ത് മാത്രം പോകല്ല, ചെറിയ കാര്യം സൂചിപ്പിക്കട്ടെ. ഈ ശൃംഗാര മാത്രപ്പാട്ടിൽ ചില ആളുകൾ കോഴിക്കോട് നമ്മുടെ SMO ഒക്കെ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. അടുത്ത സെക്ഷൻ ആട്ടോ വാക്ക്. ഇവിടെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഓരോരോ സ്ഥലത്തും ഓരോരോ സ്റ്റാളുണ്ട്. അപ്പോൾ ഓരോരോ സ്റ്റാളിലും ഓരോരോ പ്രോഗ്രാം. നമ്മളിപ്പോൾ ഇങ്ങനെ ഓരോരോ സ്റ്റാൾക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ. നമ്മളിപ്പോൾ എഴുത്തോല എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എഴുത്തോലയിൽ ഫേമസ് ട്രാവലർ സന്തോഷ് ജോർജ് കുളങ്ങരയുണ്ട്. കയ്യടിക്കുന്ന ശബ്ദങ്ങൾ കിട്ടാൻ നോക്കാം. വീഡിയോ കിട്ടാൻ നോക്കാം. അയ്യോ, യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കാണുന്നതെല്ലാം ഒരേപോലെ തോന്നും. കാണുന്ന മനുഷ്യർ ഒരുപോലെ, കെട്ടിടങ്ങൾ ഒരുപോലെ, തെരുവുകൾ ഒരുപോലെ, ഭക്ഷണം ഒരുപോലെ, വാഹനങ്ങളൊന്നും തന്നെ. നിങ്ങൾ ഒരു മാസം ഒരു വർഷവും താമസിച്ചാലും കാണാൻ പോകുന്നല്ലോ. വേറൊരു നിറവായി, വെള്ള നിറവായി ഇങ്ങനെ കിടന്ന് ഇങ്ങനെ വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന കാഴ്ച. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പട്ടി ഇറങ്ങിച്ചെന്ന് ഒരറ്റത്തുനിന്ന് ഇങ്ങനെ കടിച്ചു വലിക്കാൻ തുടങ്ങുന്നു. ഇത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, സഞ്ചാരത്തിൽ ഞാൻ കാണിച്ചതാണ്. ഇത് വെറുതെ ഒരു എക്സൈറ്റഡ് അല്ല. ഈ കാഴ്ചകളും കൂടെ കാണുന്ന ഒരു അത്ഭുതം ഉണ്ടല്ലോ. ഇത് നിങ്ങൾക്ക് കാണാൻ പറയാൻ ചിലപ്പോൾ ഇത് ഇന്ത്യയുടെ ഒരു സിസ്റ്റം ഇല്ലായ്മയാണ്. പെർഫോമൻസ് കഴിഞ്ഞ് കിട്ടുന്ന കയ്യടിയാണെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന വാലിഡേഷൻ ആണെങ്കിലും കാശാണെങ്കിലും പദവി whatever എല്ലാം ബോണസാണ്. that moment on the floor with your people, that is why I'm an artist. I know that for sure. Saleh, the Global Cultural Farewell. Wow. ലൈക്ക് കാരിക്കേച്ചർ കോർണർ കേട്ടോ. ലൈവായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഗൈസ്, നമ്മൾ കുറ്റിച്ചിറ ബിരിയാണി സെൻ്ററിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചൂടുള്ള ബിരിയാണി കഴിക്കാം. ഓക്കെ, അപ്പോൾ ബിരിയാണി എത്തി. കുറ്റിച്ചിറയിലെ ബിരിയാണി, ബീഫ് ബിരിയാണി.
പിക്കിൾസിൻ്റെ ചമ്മന്തിൻ്റെയും സലാഡ്. കേട്ടോ ചെറിൻ്റെ ഐസ് കെട്ടി നാക്കി തിന്നാല നാക്കിയ പിടിക്ക്, കടലില്ലാത്ത പിടിക്ക്. എങ്ങനുണ്ട്? നമ്മൾ കഴിച്ചോക്കാം. ഇതാണ് ഗൈസ് പുതിയ ബീച്ചിലെ കടകൾ കിട്ടാം. അടിപൊളിയാക്കിയിരിക്കണേ. ഇറ്റ്സ് എ ലോങ് പ്രോസസ്. കോപ്പറേറ്റ് എല്ലാ ഇൻഡസ്ട്രികളുടെയും ബാക്ക് ബോണായ കോമേഴ്സ്. ഓൾവേസ് ടുക്ക് ആക്ഷൻ. ഇന്ത്യയിലെ മിടുക്കന്മാരും മിടുക്കികളും കോമേഴ്സ് ചൂസ് ചെയ്യുന്ന അവസ്ഥ, അതാണ് ലക്ഷ്യ സ്വപ്നം കണ്ടത്. അതിന് നിൽക്കുന്നത് ആദ്യത്തെ സിനിമ ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷമൊക്കെ പറയേണ്ടി വരുന്ന ഉത്തരവായിരിക്കും അത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ എൻ്റെ ഒരു വ്യക്തിപരമായ സിനിമ ഞാൻ അങ്ങേയറ്റം കൊമേഴ്സ്യലായ, നമ്മൾ ഈ തട്ടുപൊളിപ്പൻ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുന്ന സിനിമകളുടെ ഒക്കെ വലിയ ആരാധകനാണ് ഞാൻ. അത്തരം സിനിമകളൊക്കെ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്ന വലിയ പട്ടിയെ കൊണ്ടാണോ വേല അവിചാരിതമായിട്ട് പട്ടി വന്നൊരു സംഭവമാണ്. അപ്പൊ എങ്ങനെയാണ് ഈ കണ്ടന്റുകളുടെ ഇത്രയും നിങ്ങളൊരു ആശയം സ്വന്തമായിട്ടാണോ, അല്ലെങ്കിൽ അതിനെ കുറിച്ച് ആ കണ്ടന്റുകൾ എങ്ങനെ വന്നു? കണ്ടന്റ് ഞാൻ എൻ്റെ +2 പഠനം കഴിഞ്ഞിട്ട് ITA പഠനം കഴിഞ്ഞിട്ട് പിന്നെ ഗൾഫിലേക്ക് പോവുകയായിരുന്നു. അവിടെ വെച്ചും ഈ ചളി അടിക്കുമായിരുന്നു. ചളി അടിക്കുന്നവർക്ക് അത്ര മാർക്കറ്റ് ഇല്ലായിരുന്നു അവിടെ. പിന്നീട് ഞാൻ തിരിച്ച് 2018 നാട്ടിലെത്തി. അതിനുശേഷം പിന്നെ കുറച്ചാൾ ചാനലുകൾ, TV ചാനലുകളിൽ വർക്ക് ചെയ്തു. നമുക്ക് ഇതിൻ്റെ കലണ്ടർ കിട്ടിയിട്ടുണ്ടോ? KLF-ന്റെ കലണ്ടർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് മറിച്ച് നോക്കാം. പിടിച്ചോ. സുനിതാലിൻസാണ് ഫസ്റ്റ് ഗസ്റ്റ് കേട്ടോ. പ്രകാശ് രാജ്, ചെല്ലോ, റീമാകല്യങ്ങള് കലണ്ടർ കേട്ടോ. അതുപോലെ ഇതാണ് ഒഫീഷ്യൽ സ്പോൺസേഴ്സ്. പച്ചക്കുതിര വെറുതെ പ്രൊമോഷൻ ആയിക്കോട്ടെ. ഇത് ഇൻഡെക്സ് പിന്നെന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രോഗ്രാമിൻ്റെ ഷെഡ്യൂളിങ് കിട്ടണോ? At the top we have Brahmi, that's its first section. Second line is that Gwalior inscription I just showed you, with the zero. Yes. Then it goes into 3 different directions. India continues to use the Devanagari version of letters. ഗായ്സ്, നമ്മളിപ്പോൾ ബീച്ചിലെത്തി. ബീച്ചിലാണെങ്കിൽ നല്ല ക്രൗഡ്. അവിടെ KLF-ന്റെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അവിടുത്തെ ബലൂണ് ഹാങ് ചെയ്തിട്ടുണ്ട്. KLF-ന്റെ വാവ്, ജസ്റ്റ് വാവ്. ലൈറ്റ് കുറച്ചു. ഗായ്സ്, ഒട്ടകം 2 ഒട്ടകം കേട്ടോ. കണ്ടോ ഗായ്സ്, കണ്ടോ?
വാ ഫുള്ള് ക്രൗഡ് ഇട്ടാ. പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? KLF അവിടെ സൂര്യൻ മറഞ്ഞു നിൽക്കുന്നു. ഗായ്സ്, സുനിത വില്യംസിന്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഫുൾ ക്രൗഡ് ഇട്ടു, ഫുൾ ക്രൗഡ്. അവിടെ ലൈവ് സെക്ഷൻ നടക്കുന്നുണ്ട്. Great question, because a lot of people say, "Oh, you're a daredevil." As we were driving over here today, someone said, "Oh, I forgot you you're an adrenaline junkie." I'm not necessarily an adrenaline junkie. I'm not necessarily a risk taker. I'm a calculated risk taker. So when you're gonna adventure and do something, and you know that huge crowd. Huge crowd. Farting. There's a problem with farting because you're essentially stuck in this giant pit. അവിടെ സ്റ്റേജിലുണ്ട്, ഇവിടെ സ്ക്രീനിലുണ്ട്. Issue. oh yes, it's nice that there's a breeze, right? All of us, but when you're stuck in either in Florida or in Baikonur in Kazakhstan, we get ready to launch. We walk out and we say goodbye to our family and friends and all of the people who have made this journey possible. It's the last time we'll be walking, so it's it's a little surreal moment. After that, we get into our spacecraft and we're there for a couple hours as we're preparing the rocket for launch as well as the spacecraft. Launching it in order, we launched in June of 2024, the Soyuz launched in September of 24, and the Dragon on the right-hand side launched in October of 2024. So you'll see there's a lot of people up there, not just Bush and myself, but we had all sorts of people up there coming on different spacecraft, 3 different technologies, and that doesn't mean just the hardware, but also the software, how these spacecraft and rockets were going to get to space. Yes. Everybody looking for Sunita Williams. Huge crowd, big crowd. ഇതാണ് നൈറ്റ് വ്യൂ ട്ടാ. പിന്നെ കാതിൽ കൈതോല തിരികി വച്ച് പൂതി കൊണ്ട് മൊഴി തിരികി വച്ച് പെണ്ണ് പിന്നെ കാതിൽ കൈതോല തിരികി വച്ച് നൈറ്റ് വ്യൂ കേട്ടോ, നൈറ്റ് വ്യൂ ആണ്. മോർണിംഗ് പരിപാടി കഴിഞ്ഞപ്പോൾ നൈറ്റാണ്, നൈറ്റ് പരിപാടി.
ഹരിയാടകാടും കണ്ടേ ഒടിമഞ്ഞും മഴയും കൊണ്ടേ